FCI ഗോഡൌണുകളിൽ സംഭരിച്ച് പൊതുവിപണി വിൽപ്പന പദ്ധതി വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരിയുടെ വിതരണം കേന്ദ്രം നേരിട്ട് ഏറ്റെടുക്കും. ഈ അരി സംസ്ഥാന ഏജൻസികൾക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തെ കേരളം എതിർക്കും. പൊതുവിപണിയിൽ സംസ്ഥാനം ഇടപെടുന്നത് തടയാനാണ് ഈ നീക്കമെന്നാണ് ആരോപണം. സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും തീരുമാനം ബാധിച്ചേക്കും. ഭാരത് ബ്രാൻഡിൽ രാജ്യത്തെല്ലായിടത്തും വിൽക്കാനായി കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ, ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നിവയ്ക്ക് അരി കൈമാറണമെന്നാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച് FCI ചെയർമാന് കേന്ദ്ര ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃകാര്യ മന്ത്രാലയം കത്തയച്ചു. ഭാരത് ബ്രാൻഡിന് വേണ്ടിയാണ് ഇതെന്നാണ് ആരോപണം. ഈ വിഷയം ദേശീയ തലത്തിൽ കേരളം ചർച്ചയാക്കും. FCI ഗോഡൌണുകളിൽ സംഭരിക്കുന്ന അരിക്ക് കേന്ദ്രം ടെൻഡർ ക്ഷണിക്കുമ്പോൾ സപ്ലൈകോ അടക്കം ടെൻഡറിൽ പങ്കെടുത്ത് അരി നേടുമായിരുന്നു. ഓരോ മാസവും ഇത് നടക്കും. ഇതാണ് മാറ്റുന്നത്. 18 രൂപ 59 പൈസക്ക് അരി തങ്ങൾക്ക് കിട്ടിയാൽ 22 രൂപക്ക് വിറ്റ് കാണിച്ചു തരാമെന്നാണ് കേരള ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്. കേന്ദ്രം കൊള്ളലാഭം എടുക്കുന്നുവെന്നതാണ് ആക്ഷേപം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിഷയം ചർച്ചയാക്കി കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കാനാണ് തീരുമാനം. ജനുവരി 18 അയച്ച കത്തനുസരിച്ച് ആദ്യഘട്ടത്തിൽ 2.5 ലക്ഷം ടൺ അരിയാണ് ഈ ഏജൻസികൾക്ക് കൈമാറിയത്. ഇതനുസരിച്ചാണ് കേരളത്തിലടക്കം ഭാരത് ബ്രാൻഡ് അരി വിതരണം ചെയ്യുന്നത്. FCI ഗോഡൌൺ വഴി സംഭരിച്ച് കേരളത്തിൽ അരി വിതരണം ചെയ്തിരുന്ന സപ്ലൈകോയെ വമ്പൻ പ്രതിസന്ധിയിലാക്കും. വിപണി ഇടപെടലും അസാധ്യമാകും. സപ്ലൈകോ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകും. ആദ്യഘട്ടത്തിൽ നാഫെഡ് 1.25 ലക്ഷവും കേന്ദ്രീയ ഭണ്ഡാർ 75,000-ഉം NCCF 50,000-ഉം ടൺ അരിയാണ് സംഭരിക്കാൻ നിർദ്ദേശിച്ചത്. ഭാരത് ബ്രാൻഡ് അരി വിൽപ്പന എങ്ങനെയെന്ന് വിശദീകരിച്ചുള്ള രണ്ടാമത്തെ കത്ത് FCI ചെയർമാനു പുറമെ 3 കേന്ദ്ര ഏജൻസികളുടെ MD-മാർക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം ജനുവരി 30 അയച്ചുവെന്നാണ് റിപ്പോർട്ട്. എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കുമായി 5 ലക്ഷം ടൺ അരി ഏറ്റെടുത്ത് വിതരണം ചെയ്യാനും ആദ്യഘട്ടത്തിൽ 2.5 ലക്ഷം ഇത്തരത്തിൽ ഏറ്റെടുക്കാനുമാണ് നിർദ്ദേശം. മാർച്ച് 31 വരെയാണിത്. ഇതിന് കിലോഗ്രാമിന് 24 രൂപ വില കണക്കാക്കി. അതിൽ കിലോഗ്രാമിന് 5 രൂപ 41 പൈസ കേന്ദ്രം തന്നെ 3 ഏജൻസികൾക്കും സബ്സിഡി ഇളവും അനുവദിച്ചു. ഇതനുസരിച്ച് കിലോഗ്രാമിന് 18 രൂപ 59 പൈസ പ്രകാരം ഏജൻസികൾക്ക് അരി ഏറ്റെടുക്കാം. ഇതാണ് പരമാവധി 29 രൂപയിൽ കവിയാത്ത വിലക്ക് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത്. ഇതിലൂടെ കേന്ദ്രത്തിന് ലാഭവും കിട്ടുന്നു. സംഭരണത്തിനും മറ്റും ഏജൻസികൾക്ക് വേണ്ടിവരുന്ന ചെലവ് കൂടി കണക്കാക്കിയാണ് ഈയൊരു തുക കേന്ദ്രം നിശ്ചയിച്ചു നൽകിയത്. GST അടക്കമുള്ള ചെലവുകളെല്ലാം ചേർത്താൽ 33 രൂപ കൈകാര്യ ചെലവ് ഏജൻസികൾക്ക് വരുമെങ്കിലും 29 രൂപ സബ്സിഡി നിരക്കിൽ വിൽക്കണമെന്ന് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഭാരത് അരി അങ്ങനെ വിലയിരുത്തുന്നത്. FCIയുടെ പക്കൽ സ്റ്റോക്കുള്ള അസംസ്കൃത അരി മാർച്ച് 31-നകം 3 ഏജൻസികൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് നിർദ്ദേശം. ഭാരത് അരിയായി ഇപ്പോൾ വിൽക്കുന്നത് വെള്ള അരിയാണെങ്കിലും ചുവന്ന അരിയും FCIകളിലുണ്ട്. അതും മറ്റ് ഏജൻസികൾക്ക് നൽകുന്നില്ല. ഇതോടെ അരി വിപണിയിൽ സംസ്ഥാന ഇടപെടലിന് കഴിയാത്ത അവസ്ഥ വരും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.